Hi guys, Assalamualaikum. This is Bichu Fahima here. Welcome back to another video. നല്ലൊരു ബീഫ് ചട്ടിക്കറി ആയാലോ? റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന നാടൻ കുരുമുളക് ഇട്ട് ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. പ്രത്യേകിച്ചും പെപ്പർ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ സ്പൈസ് മിക്സ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 4 വറ്റൽമുളകും 1 ടേബിൾ സ്പൂൺ പെപ്പറും 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകവും ഇട്ട് ലോ ഫ്ലെയിമിൽ നല്ലൊരു സ്മെല്ല് വരുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം. വറ്റൽമുളകിൽ ഈ ഒരു കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 10 മിനിറ്റോളം കൈവിടാതെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സറിലേക്ക് ഇട്ട് 4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കംപ്ലീറ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കൂടുതൽ ഫ്ലേവർ കൊടുക്കാൻ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി. ഓയിൽ ചൂടായി വന്നാൽ 2 തണ്ട് കറിവേപ്പില ഇട്ട് നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ച സ്പൈസ് മിക്സ് ഇല്ലേ, അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സ്പൈസ് മിക്സ് ഓയിലിൽ സോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇതിലേക്ക് 10 ചെറിയുള്ളിയും 1 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അധികമായിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട. ഉള്ളി ബീഫ് കുക്കാവുന്ന സെയിം ടൈം ഉടനെ ഇട്ടും. ഇതുപോലെ മിക്സായി വന്നാൽ ഒരു തക്കാളി ഇട്ട് വഴറ്റാം. എന്നിട്ട് പൊടികൾ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട് തന്നെ പെപ്പറിൻ്റെ ടേസ്റ്റാണ് മുമ്പിട്ട് നിൽക്കാൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. എന്നിട്ട് ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം. 1/2 കിലോ എല്ലോട് കൂടെയുള്ള ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് എപ്പോഴും പറയുന്ന പോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ബീഫ് ചട്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് കുറവാണെങ്കിൽ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ ബട്ടൂറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബട്ടൂറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.